ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ ഓണം ആഘോഷിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഹാലിഫാക്സിലുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി, ഞങ്ങളുടെ ക്യൂട്ട് എസ്തു ബേബിയുടെ. അപ്പം അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതിമനോഹരമായ ഡെക്കറേഷൻസ് ആയിരുന്നു. അവിടെ ബേബി ഷവറിൻ്റെയും പിന്നെ അതുപോലെ ബേബിയുടെ 1 ഇയർ ഓൾഡിൻ്റെയൊക്കെ ഡെക്കറേഷൻസൊക്കെ സെയിം അവരുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ബ്യൂട്ടിഫുള്ളായിരുന്നു. അതുപോലെ ബേബി ഉടുപ്പൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കറക്റ്റായിട്ടുള്ള സൈസൊക്കെയുള്ള ഉടുപ്പൊക്കെ. പിന്നെ ബേബി ജനിച്ച അന്ന് തുടങ്ങിയുള്ള ഫോട്ടോസ് 1 by 1 ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് 1 by 1 ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലാ ഫോട്ടോസും കിട്ടിയെന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ നാട്ടിൽ വാവ പോയി നിന്നപ്പോൾ ഉള്ള കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബിയുടെ ചിരി ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ ടൈം ചിരിയാണ് അവൾ. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പിക്ചേഴ്സായിരുന്നു. എല്ലാത്തിലും അവളുടെ ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹാലിഫാക്സ് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി. അങ്ങനെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള കേക്കൊക്കെ അവർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടർ കാത്തൂൻ്റെ തീമിലുള്ള കേക്കായിരുന്നു. ആ കാത്തൂൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള മെമ്മറീസ് ആയതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോയിലാക്കി അവൾ വലുതാവുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ബേബി അതാ കേക്കൊക്കെ ക്യൂട്ടായിട്ട് തന്നെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ വളരെയധികം ആസ്വദിച്ചു നമ്മൾ. കേക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിരുന്നു. കുറേ 3 or 4 ലെയേഴ്സൊക്കെ ആയിട്ടാണ് കേക്ക് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടിയാര ബേബിക്ക് അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിക്കാൻ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അവളും വളരെ ഹാപ്പി ആയിരുന്നു, വളരെ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഹെവി ആയിട്ട് കഴിച്ച് നമ്മൾ പിന്നെ യാത്ര പറഞ്ഞിറങ്ങി അവിടെ നിന്ന്. അപ്പോൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് ഇരുട്ടിയിരുന്നു. എന്നാലും നമ്മൾ വളരെയധികം ആസ്വദിച്ച് യാത്രയൊക്കെ പോന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്.